ഇസ്രായേലിൻ്റെ ഉപരോധത്തിനെതിരെ ആ ഉപരോധം അതിജീവിക്കാൻ ജനകീയമായ പ്രതിരോധമെന്ന നിലയിലാണ് 2006-ലും 2007-ലും ഹ്യൂമനിറ്റേറിയൻ ഫ്ലോട്ടില്ലകൾ എന്ന ആശയമുണ്ടാകുന്നത്. ആക്ടിവിസ്റ്റുകളുടെ കൂട്ടായ്മയായ ഫ്രീ ഗസ മൂവ്മെൻ്റാണ് ഈ ആശയം കൊണ്ടുവരുന്നത്. യഥാർത്ഥത്തിൽ അവിടെ ഭക്ഷണം എത്തിക്കുക എന്നതല്ല ഈ ഫ്ലോട്ടിലകളുടെ ലക്ഷ്യം. ഫ്ലോട്ടിലകളുടെ ലക്ഷ്യം ഇസ്രായേലിൻ്റെ ഉപരോധം അതിജീവിക്കുക. ഉപരോധം അതിജീവിച്ചുകൊണ്ട് ആ ഉപരോധം ഭേദിച്ചുകൊണ്ട് ഗസയിലേക്ക് യാത്രാമാർഗങ്ങൾ ഒരുക്കുക, അവർക്കാവശ്യമായ സംവിധാനങ്ങൾ കൊണ്ടുപോകാനുള്ള ചാനൽ തുറക്കുക. ഇതിനു വേണ്ടിയാണ് 2006 മുതൽ ഫ്ലോട്ടിലകൾ പ്രവർത്തിച്ചു വരുന്നത്. SS ഫ്രീ ഗസ, അതുപോലെ SS ലിബർട്ടി എന്ന് 2 ചെറിയ ബോട്ടുകളുമായി സൈപ്രസിൽ നിന്ന് 44 ആക്ടിവിസ്റ്റുകളും അതുപോലെ ജേർണലിസ്റ്റുകളും പുറപ്പെടുകയുണ്ടായി. ഉപരോധം അതിജീവിച്ചുകൊണ്ട് അവർക്ക് ആദ്യ സംഘത്തിന് ഫ്ലോട്ടിലേക്ക് ഗസയിൽ എത്താൻ സാധിച്ചു. 2010-ൽ വലിയ ഒരു സംഘം ഫ്ലോട്ടില 100 ആളുകൾ ഇസ്രായേലിൻ്റെ ഉപരോധം അതിജീവിച്ചുകൊണ്ട് ഗസയിലേക്ക് പോകുന്നു. 2010-ൽ ഇവരൊക്കെ തുർക്കിയിലെ ആക്ടിവിസ്റ്റുകളാണ്. 2010 മെയ് 31-ന് അന്താരാഷ്ട്ര ജലാതിർത്തിയിൽ വെച്ച് ഇസ്രായേൽ ഈ ഫ്ലോട്ടില തടയുകയും ആക്രമണം നടത്തുകയും ചെയ്തു. 10ഓളം തുർക്കി ആക്ടിവിസ്റ്റുകൾ ആ സമയത്ത് കൊല്ലപ്പെടുകയുണ്ടായി. ഇതോടെ തുർക്കിയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം വലിയ രീതിയിൽ വഷളായി. ഇസ്രായേൽ തുർക്കിയോട് മാപ്പപേക്ഷിക്കുകയും $20 മില്യൺ നഷ്ടപരിഹാരം നൽകുകയുമുണ്ടായി. ഇസ്രായേലിൻ്റെ ഈ ആക്രമണത്തെയും ഉപരോധത്തെയും ചെറുത്തു തോൽപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ വീണ്ടും 2011-ൽ ഫ്രീഡം ഫ്ലോട്ടില 2 എന്ന ആശയമുണ്ടാകുന്നു. ഫ്രീഡം ഫ്ലോട്ടില 2 സ്റ്റേ ഹ്യൂമൻ എന്നായിരുന്നു ആ മിഷൻ്റെ പേര്. 1000-ഓളം ആക്ടിവിസ്റ്റുകൾ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഗസയിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തു. പക്ഷേ ആ സമയത്ത് ഇസ്രായേലിൻ്റെ സമ്മർദ്ദം വലിയ രീതിയിലുണ്ടായി. US, ഫ്രാൻസ്, UK, തുർക്കി, കാനഡ, റഷ്യ തുടങ്ങിയ മുഴുവൻ രാജ്യങ്ങളും ആ ഫ്ലോട്ടിലെ മിഷനെ എതിർക്കുകയും UN അടക്കം അതിനെ എതിർക്കുകയും UN ജനറൽ സെക്രട്ടറി ആയിരുന്ന ബാൻ കി മൂൺ പരസ്യമായി ഫ്ലോട്ടില മിഷനെ തള്ളിപ്പറയുകയും ചെയ്തു. ആ സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിൽ 2011 ജൂൺ 28 ആയപ്പോഴേക്കും 1000-ഓളം ഉണ്ടായിരുന്ന ആക്ടിവിസ്റ്റുകൾ കേവലം 300 ആളുകളായി ചുരുങ്ങി. ജൂലൈ 7 ആകുമ്പോഴേക്കും ആക്ടിവിസ്റ്റുകൾ 1 ഡസൻ മാത്രമായി തീർന്നു. പലരും നാട്ടിലേക്ക് മടങ്ങി. ഇഗ്നിറ്റിൽ കറാമ എന്ന് പറയുന്ന ഒരു കപ്പൽ മാത്രം പുറപ്പെട്ടു. 17ഓളം ആക്ടിവിസ്റ്റുകളാണ് ആ ദൗത്യത്തിൽ പങ്കാളികളായത്. പക്ഷേ ഇസ്രായേൽ തടഞ്ഞു, ആക്ടിവിസ്റ്റുകളെ ജയിലിലടച്ചു. 4ാമത്തെ ഫ്ലോട്ടില മരിയാന ഓഫ് ഗോതൻബർഗ് 2016 മെയ് 10-ന് ഗ്രീസിൽ നിന്ന് പുറപ്പെട്ടു. അത് ഒരു സ്വീഡിഷ് കപ്പലായിരുന്നു. ജൂൺ 29-ന് ഗസയുടെ 100 നോട്ടിക്കൽ മൈൽ അകലെ നിന്ന് ഇസ്രായേൽ കപ്പലാക്രമിക്കുകയും ആക്ടിവിസ്റ്റുകളെ ജയിലിലടക്കുകയും ചെയ്തു. ചിലരെ 6 ദിവസം വരെ തടവിലിട്ട ശേഷമാണ് ഇസ്രായേൽ മോചിപ്പിച്ചത്. 2016-ൽ ഒറ്റ കപ്പലിൽ വനിതകൾ മാത്രമടങ്ങുന്ന ഒരു ഫ്ലോട്ടില ബാഴ്സലോണിയയിൽ നിന്നും പുറപ്പെട്ടു. ഗസക്ക് 4 മൈൽ അകലെ നിന്ന് ഇസ്രായേൽ കപ്പൽ തടഞ്ഞു. 2025 ജൂണിൽ പരിസ്ഥിതി പ്രവർത്തക ഗ്രേറ്റ തുൻബർഗിൻ്റെ നേതൃത്വത്തിൽ പുറപ്പെട്ട ഫ്ലോട്ടില തടയുന്നതോടുകൂടിയാണ് ലോകം ഫ്ലോട്ടിലകളുടെ ദൗത്യത്തെക്കുറിച്ചും അവരുടെ സമരരീതിയെക്കുറിച്ചും ശ്രദ്ധിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഗ്ലോബൽ സുമൂദ് എന്ന് പറയുന്ന ഫ്ലോട്ടില ഗ്രേറ്റ തുൻബർഗിൻ്റെ നേതൃത്വത്തിൽ വിവിധ മനുഷ്യാവകാശ പ്രവർത്തകർ, MP-മാർ പലരും ആ ദൗത്യത്തിൽ പങ്കാളികളായി. അതും ഇസ്രായേൽ തടഞ്ഞതോടെ ലോക ഫ്ലോട്ടിലകളെക്കുറിച്ച് ശ്രദ്ധിക്കുകയും ആ ഉപരോധം അതിജീവിക്കാനുള്ള സമരമാർഗത്തിന് കൂടുതൽ വലിയ വാർത്താ പ്രാധാന്യം കിട്ടുകയും ചെയ്യുന്നു. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു ഫോർ വാച്ചിങ്.